ഹായ് ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. പലരും സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു സബ്ജക്റ്റാണ് ഏഞ്ചൽ നമ്പേഴ്സ്. എന്താണ് ഈ ഏഞ്ചൽ നമ്പേഴ്സിന് പിറകിലുള്ള രഹസ്യം? അതാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് വെളിപ്പെടുത്തുന്നത്. അതിനു മുൻപേ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ പുരാതന കാലങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ദൈവം മനുഷ്യരുമായിട്ട് സംസാരിച്ചിരുന്നത് അടയാളങ്ങളിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈബിളിൽ തന്നെ ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ ഇവർക്കൊക്കെ ജനങ്ങളുമായിട്ട് സംസാരിക്കുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭരണം നടത്തുവാനും ശത്രുക്കളെയൊക്കെ നല്ല രീതിയിൽ തോൽപ്പിക്കുവാനും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അവിടെയൊക്കെ അവർ ദൈവവുമായിട്ട് സംസാരിക്കുകയും ദൈവം അതിന് തക്ക രീതിയിലുള്ള അടയാളങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഈ ആട്ടിടയന്മാർ ഉണ്ണി യേശുവിനെ കാണുവാനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് സ്ട്രക്കാവുകയാണ്. അങ്ങനെ സ്ട്രക്കാവുന്ന അവസരത്തിൽ ദൈവം അവിടെ ഒരു അടയാളം നൽകുകയാണ്. അതായത് ആകാശത്ത് ഒരു നക്ഷത്രം ഉദിച്ചു. അപ്പോൾ ദൈവം ആട്ടിടയന്മാരോട് അടയാളങ്ങളിലൂടെ കൽപ്പിക്കുകയാണ്, ഈ നക്ഷത്രം ലാക്കാക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തു ജനിച്ച സ്ഥലത്ത് എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെ ആ നക്ഷത്രം ലാക്കാക്കി അവർ നടന്നു. അവർ ക്രിസ്തു ജനിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇങ്ങനെ ഒരുപാട് അരുളപ്പാടുകൾ, ഇൻഡ്യൂഷൻസ്, അടയാളങ്ങൾ അത് ഏത് ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ കഴിയും. ഇന്നിവിടെ നമ്മൾ ന്യൂമറോളജി അനുസരിച്ച് ഒരു നമ്പർ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങളത് സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലായിരിക്കും യാദൃശ്ചികമായിട്ട് പല പ്രാവശ്യമായിട്ട് ഒരു നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകില്ലേ? അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ 0 എന്ന് പറയുന്ന നമ്പറിനെ പരിചയപ്പെടാം. നിങ്ങൾ സ്ഥിരമായിട്ട് 00, 00, 000 ഇങ്ങനെ 0യുടെ തുടർച്ചയായ നമ്പർ ഇങ്ങനെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെപ്പോഴാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, ഒരു സ്ട്രക്കായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുകയാണ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു കാര്യത്തിലേക്ക് കടന്ന് ജീവിതത്തിൽ വിജയിക്കുക. ഇത് നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഒരു അടയാളമാണ്. അതായത് കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ പുതിയ കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പ്രപഞ്ചം കൽപ്പിക്കുകയാണ്. ഇതാണ് 0 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് 1 എന്ന് പറയുന്ന നമ്പറാണ്. 11, 11, 111 ഇങ്ങനെ 1 തുടർച്ചയായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ എപ്പോഴോ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതും മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു അടയാളമാണ് 1 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നതോ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം നടക്കുവാൻ പോകുന്നു. അടുത്തതായിട്ട് 2 എന്ന് പറയുന്ന നമ്പർ. 2 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും നിങ്ങളിത് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കാൻ പോകുന്നു. അതിപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആകാം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആകാം. ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുവാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ അടയാളമായിട്ടാണ് 2 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് 3 എന്ന് പറയുന്ന നമ്പറാണ്. 3 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ 3 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ കൊണ്ടുവരുന്ന നമ്പറാണ്. അതായത് ഇപ്പം ബൈബിളിൽ തന്നെ ഞാൻ വായിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം 3 എന്ന് പറയുന്ന നമ്പറിന് ബൈബിളിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പം ത്രിത്വം, ഈ 3 കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ മൊത്തത്തിലൊരു കംപ്ലീഷൻ സംഭവിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ കൂടി ഒരുമിച്ച് വരണം. ഇനി അത് മാത്രമല്ല, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. മരിച്ചു, അടക്കപ്പെട്ടതുകൊണ്ട് അവിടെ കംപ്ലീഷൻ സംഭവിക്കുന്നില്ല. പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്,
അതുകൂടി സംഭവിച്ചെങ്കിൽ മാത്രമേ കംപ്ലീഷൻ സംഭവിക്കുന്നുള്ളൂ. ഇനി അവിടെ തന്നെ പഴയ നിയമത്തിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. യോനാ പ്രവാചകൻ 3 ദിവസം തിമിംഗലത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞതായും പിന്നീട് ആ പരീക്ഷണം കഴിഞ്ഞിട്ട് നിനവയിൽ പോയി പ്രസംഗിക്കുന്നതായിട്ടും ഒക്കെ കാണുവാൻ കഴിയും. ഇത് പല ഗ്രന്ഥങ്ങളിലും, എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയും. അപ്പോൾ കംപ്ലീഷൻ്റേതായിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ മൊത്തത്തിലുള്ളൊരു കംപ്ലീഷൻ്റേതായിട്ടുള്ളൊരു നമ്പറായിട്ട് നിങ്ങൾക്ക് 3 എന്ന നമ്പറിനെ കാണുവാൻ കഴിയും. ഇനി 4 എന്ന് പറയുന്ന നമ്പറാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രതീക്ഷ ഒട്ടും കളയേണ്ട, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. കാരണം നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല. അപ്പോൾ നിങ്ങളാകെ മടി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിക്കണമെന്ന് പോലും തോന്നാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പ്രതീക്ഷ ഒട്ടും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. അടുത്തതായിട്ട് 5 എന്ന് പറയുന്ന നമ്പറാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണിലാണ്. ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയാണ് ഉള്ളതെങ്കിൽ ആ ജോലിയിൽ തന്നെ സ്ഥിരമായി നിൽക്കാതെ ഒന്നുകിൽ ആ ജോലിയിൽ നിന്നൊരു പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കുക. അതല്ല എങ്കിൽ ആ ജോലി മാറ്റിയിട്ട് പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ നിലനിൽക്കാതെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അതായത് കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു അടയാളമാണ് 5 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് 6 എന്ന് പറയുന്ന നമ്പറാണ്. 6 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ സ്കിൽ. ഇത് ഏറ്റവും കൂടുതൽ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ നമ്പർ കൂടുതൽ കാണുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് അവർ ബോധോദയത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് 6 എന്ന് പറയുന്ന നമ്പറിനെ കണക്കാക്കുവാൻ കഴിയും. ഇനി അടുത്തത് 7 എന്ന് പറയുന്ന നമ്പറാണ്. 7 എന്ന് പറയുന്ന നമ്പർ സ്ഥിരമായിട്ട് തുടർച്ചയായി നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം ഏറ്റെടുത്തിരിക്കുന്നു. സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങളോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സമൂഹത്തിനുകൂടി ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യമായി ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ വേണ്ടിയിട്ടും അത് പ്രപഞ്ചം ഏറ്റെടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് ദൈവം നൽകുന്ന മുന്നറിയിപ്പാണ്. അടുത്തത് 8 എന്ന് പറയുന്ന നമ്പറാണ്. 8 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് നിങ്ങൾ യാദൃച്ഛികമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. അതിപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടാകാം, ഇനി ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ സംഭവിച്ചിട്ടാകാം, എന്തു തന്നെ ആവട്ടെ, നിങ്ങൾ ബിസിനസ്സിൽ മെച്ചപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് 8 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നും സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന 8 എന്ന് പറയുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് പ്രപഞ്ചം വെളിപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് 9 എന്ന് പറയുന്ന നമ്പറാണ്. 9 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതല്ല എങ്കിൽ ഭൗതിക ജീവിതത്തിലുള്ള സുഖങ്ങൾ നിങ്ങൾ ത്യജിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് സമയമായി എന്നുള്ളതിൻ്റെ സൂചനയാണ് 9 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നത്. ഭൗതിക ജീവിതത്തിൽ നിന്ന് മാറി ആത്മീയമായ ജീവിതം നയിക്കുവാൻ, ആത്മീയമായ ഒരു യാത്രയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് 9 എന്ന് പറയുന്ന നമ്പറിനെ കണക്കാക്കുക. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് ഏഞ്ചൽ നമ്പേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സിന് പിറകിലുള്ള നിഗൂഢത എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഡൗണായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നൽകുന്ന സൂചനകളാണ് ന്യൂമറോളജി അനുസരിച്ച് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും, ജീവിതത്തിൽ വിജയമുണ്ടാക്കുവാൻ കഴിയും, ആത്മീയതയിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും, സാമ്പത്തികമായി മെച്ചപ്പെടുവാൻ കഴിയും, കംഫർട്ട് സോണിൽ നിന്ന് മാറി പുതിയ തലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും.
നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കംപ്ലീഷൻ കൊണ്ടുവരുന്ന എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുന്നു. നമ്മുടെ പാസ്റ്റിനെ, ഫ്യൂച്ചറിനെ, പ്രസൻറ്റിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പല ഇൻഡ്യൂഷൻസ്, അടയാളങ്ങൾ നമുക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ പുറകിലുള്ളതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറിയെന്ന് മനസ്സിലാക്കുന്നു. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.